വിശുദ്ധ വാരാചരണത്തിന് തുടക്കം കുറിച്ച് ലോകമെങ്ങും ക്രൈസ്തവ വിശ്വാസികൾ ഇന്ന് ഓശാന ഞായർ ആചരിക്കുകയാണ്. സംസ്ഥാനത്തെ വിവിധ പള്ളികളിൽ പ്രത്യേക ഓശാന തിരുക്കർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടക്കും. യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തിന്റെ ഓർമ്മയിലാണ് ഓശാന ഞായർ ആചരണം. ഈസ്റ്റർ വരെ നീളുന്ന വിശുദ്ധ വാരാചരണത്തിനും ഇതോടെ തുടക്കമാവുകയാണ്. സജോ ദേവസ്യ സെന്റ് ജോർജ് ചർച്ച് പെരുമാനൂരിൽ നിന്ന് നമുക്കൊപ്പം ചേരും. അതുപോലെ അഖിൽ കോട്ടയം പാമ്പാടി ദേറയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. അരുൺ സോളമൻ പാളയം പള്ളിയിലുമുണ്ട്. ആദ്യം സജോ ദേവസ്യയിലേക്കാണ്. സജോ, വിശുദ്ധ വാരത്തിലേക്ക് കടക്കാൻ പോകുന്നു. പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകളുണ്ടാകും, കുരുത്തോല പ്രദർശനം. എന്താണ് സെന്റ് ജോർജ് ചർച്ചിലെ ഒരുക്കങ്ങൾ? പെരുമാനൂരിൽ നിന്ന് പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ എങ്ങനെയാണ് സജോ? റിജിത്ത്, ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ആചരണങ്ങളിലേക്ക്, വിശുദ്ധ വാരത്തിലേക്ക് കടക്കുകയാണ്. അതിന് മുന്നോടിയായാണ് ഓശാന ഞായർ ആചരണം. അതിലേറ്റവും പ്രധാനം കുരുത്തോല പ്രദക്ഷിണം അടക്കമുള്ള പ്രത്യേക തിരുക്രമങ്ങളാണ്. ഞാൻ നിൽക്കുന്നത് സെൻറ്റ് ജോർജ് ചർച്ച് പെരുമാനൂരിൻ്റെ ഭാഗമായുള്ള കപ്പേള പള്ളിയിലാണ്. ഇവിടെ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. കുരുത്തോല വെഞ്ചിരിപ്പ് അടക്കമുള്ള ചടങ്ങുകളിലേക്ക് കടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കുരുത്തോല പ്രദക്ഷിണവുമായി പള്ളിയിലേക്ക് പോവുകയായിരിക്കും നടക്കുക. അതിനുശേഷം പള്ളികളിൽ പ്രത്യേക തിരുക്രമങ്ങൾ, വിശുദ്ധ കുർബാനയുമാണ് നടക്കുക. അതായത് ഈ ഓശാന ഞായർ ആചരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വലിയ നോമ്പ് അവസാനിക്കുന്നു. വിശുദ്ധ വാരത്തിൽ വലിയ നോമ്പ് പൂർത്തീകരണത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ വാരത്തിലേക്ക് കടക്കുന്നു. ഓശാന ഞായർ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടേക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ദിനങ്ങളാണ് ക്രൈസ്തവ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വരിക. അതായത് പെസഹ വ്യാഴം, ദുഃഖവെള്ളി, അതിനുശേഷം ഈസ്റ്റർ. അതായത് യേശുക്രിസ്തുവിൻ്റെ പീഡാനുഭവത്തിനും കുരിശുമരണത്തിനും മുന്നോടിയായി ജെറുസലേമിലേക്കുള്ള രാജകീയ പ്രവേശനത്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്. അതായത് ഒലിവിൻ ജില്ലകളുമൊക്കെ യേശുക്രിസ്തുവിനെ ജെറുസലേമിലേക്ക് ജനം വരവേറ്റതിൻ്റെ ഓർമ്മയാണ് യഥാർത്ഥത്തിൽ ഓശാന ആചരണം. അതിനുശേഷം പിന്നീട് അങ്ങോട്ടേക്ക് പീഡാനുഭവ വാരം അല്ലെങ്കിൽ വിശുദ്ധ വാരം, ഹോളി വീക്ക് എന്ന് വിളിക്കുന്ന ആ വീക്കിന് ഇതോടുകൂടി തുടക്കമാവുകയാണ്. സംസ്ഥാനത്തെ വിവിധ ദേവാലയങ്ങളിൽ ഇതിനകം പ്രാർത്ഥനാ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. വിശ്വാസികൾക്ക് കുരുത്തോല വിതരണം ചെയ്യുകയും അതിനുശേഷം കുരുത്തോല പ്രദക്ഷിണവുമായി പോവുകയും ചെയ്യുക എന്താണ് അതിൽ ഏറ്റവും പ്രധാനമായി നടക്കുക. അതായത് ഇപ്പോൾ പ്രത്യേക തിരുക്രമങ്ങൾ വിവിധ പള്ളികളിൽ ആരംഭിച്ചിട്ടുണ്ട്. എറണാകുളം സെൻറ്റ് മേരീസ് ബസിലിക്ക പള്ളിയിൽ സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ കുർബാനയ്ക്കും അതോടൊപ്പം തന്നെ പ്രത്യേക തിരുക്രമങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അതോടൊപ്പം വരാപ്പുഴ സെൻറ്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രൽ പള്ളിയിൽ വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ അവിടെയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകും. അങ്ങനെ വിവിധങ്ങളായ എല്ലാ പള്ളികളിലും, വിവിധങ്ങളായ സഭകളുടെ എല്ലാ പള്ളികളിലും സമാനമായ രൂപത്തിലുള്ള പ്രാർത്ഥനകൾ കാണാം. നമുക്ക് ദൃശ്യങ്ങളിലടക്കം കാണാം. വിശ്വാസികൾ ഇങ്ങോട്ടേക്ക് എത്തുകയും വിശുദ്ധ വാരാചരണത്തിൻ്റെ തുടക്കം ഇടുന്ന ഓശാന ഞായർ തിരുക്രമങ്ങളുടെ ഭാഗമാകുന്നു. കുരുത്തോല പ്രദക്ഷിണം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് ആരംഭിക്കാൻ പോവുകയാണ്. അതിന് മുന്നോടിയായുള്ള പ്രാർത്ഥനാ ചടങ്ങുകളാണ് ഇവിടെ പുരോഗമിക്കുന്നത്.